പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യാം. ആദ്യ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇത് സഭയുടെ ജന്മദിനമാണ്. അപ്പോൾ സഭയുടെ ജന്മദിനമാകുമ്പോൾ സഭയുടെ ശിരസ്സാകുന്ന ക്രിസ്തുവിനൊരു സമ്മാനം കൊടുക്കണം. ആ സമ്മാനം ക്രിസ്തു ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനില്ലാത്തതും നമുക്കൊരുപാടുള്ളതുമായിട്ടുള്ള ഒരു സമ്മാനമാണ്. അത് വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ പാപങ്ങളും പാപകാരണങ്ങളും പാപക്കറകളും പാപക്കടങ്ങളും ഒക്കെയാണ്. അതൊക്കെ ഈശോയുടെ ആ ഒരു സ്നേഹാഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോ അതെടുത്ത് ജ്വലിപ്പിച്ച് ഇല്ലാതാക്കി പകരം നമുക്ക് അനുഗ്രഹം തരുമെന്നാണ് പറയുന്നത്. ഈശോയുടെ സ്നേഹാഗ്നി അത് കുമ്പസാരക്കൂടാണെന്ന് പറഞ്ഞു. ആ കുമ്പസാരക്കൂട്ടിലെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വളരെ സന്തോഷത്തോടു കൂടെ നമ്മളിങ്ങനെ നടന്ന് അടുക്കുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഏറ്റവും സുന്ദരമായ അനുഗ്രഹം. അത് വേറെ ഒന്നുമല്ല, പാപമില്ലാത്തവർക്ക് ക്രിസ്തു നൽകുന്ന ഏറ്റവും മൂല്യമുള്ള വിലപിടിപ്പുള്ള സമ്മാനമാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപ വേറെ ഒന്നുമല്ല, അത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന് നാം കൊടുക്കുന്ന ഒരു വിശേഷണമുണ്ട്, ദൈവ കൃപ നിറഞ്ഞവളെ, അല്ലേ? ദൈവത്തിൻ്റെ കൃപ മാത്രമുള്ള അതിനകത്ത് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്. മുഴുവനും കൃപയാണ്, വേറെ ഒന്നുമില്ല പരിശുദ്ധ അമ്മയിൽ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയായിട്ട് മാറാൻ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന പാപക്കറകളെ അത് എൻ്റെ അടുക്കിലേക്ക്, എൻ്റെ സ്നേഹാഗ്നിയിലേക്ക് നീ സമർപ്പിക്കാൻ പറയാം. അങ്ങനെ നല്ല കുമ്പസാരം നടത്തി നല്ല പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഈശോ നമുക്ക് സമ്മാനം തരും എന്ന് ചിന്തിക്കരുത്. ഇവിടെയാണ് വേറൊരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഈശോ നമ്മളെ പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഈശോ നമ്മളെ പരീക്ഷിക്കും, പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. പിന്നെ ഉപേക്ഷിക്കുന്നത് ആരാ? ഉപേക്ഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. ഈശോ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നൽകും എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വ്യക്തിക്ക് കൊടുക്കുമെന്നല്ല, സഭയിലുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ എന്നിൽ പ്രവർത്തിക്കാനുള്ള അവസരം
ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ നല്ല കുമ്പസാരം നടത്തി ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഈശോ തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന തൻ്റെ ആത്മാവിനെ എൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വയ്ക്കും എന്ന് നാം ചിന്തിക്കരുത്. അത് ചിലപ്പോൾ ഈശോ ഒന്നുകൂടെ പരിശോധിക്കുന്നതാണ് പറയുന്നത്. ഈശോ പരിശോധിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്നത് നമുക്ക് തീർച്ചയായും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു യാഥാർത്ഥ്യം. കാരണം കുറച്ച് നാളൊക്കെ അത്ര നല്ലതല്ലാത്തൊരു ജീവിതമൊക്കെ നയിച്ച് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണല്ലോ. അപ്പോൾ ഏതായാലും നന്നായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ തീരുമാനം എടുക്കുകയാണ്, എന്താണ്, നല്ലൊരു കുമ്പസാരം നടത്തണം. എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഈ 9 ദിവസമെങ്കിലും ഞാൻ പള്ളിയിൽ പോകാനായിട്ട് തീരുമാനിച്ചാൽ എന്ന് തീരുമാനിച്ച് നമ്മൾ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദന, അല്ലെങ്കിൽ പുറത്ത് കാലാവസ്ഥ ഭയങ്കരമായ മാറ്റം, ശക്തമായ മഴ, ഇടിവെട്ട്, അങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കും. അതൊരുക്കുന്നത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പിശാചായിരിക്കും, പക്ഷെ അത് അനുവദിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായാണ്. അത് അനുവദിക്കുമ്പോൾ ഈ കർത്താവ് ഈശോ മിശിഹായുടെ മുമ്പിൽ ഇങ്ങനെ പിശാച് വന്ന് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടാവും, ഇന്നാൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ പറയും, അവൻ എൻ്റെ പ്രിയപ്പെട്ടവനാ, കുറച്ച് നാൾ മാത്രമോ നിനക്ക് അവനെയൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ, എന്തായാലും ആത്യന്തികമായിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ പിശാച് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ഞാൻ ഇടപെട്ടോട്ടെ അവൻ്റെ കാര്യത്തിൽ. ജോബിൻ്റെ കാര്യത്തിൽ എന്ന പോലെ എല്ലാവരെയും, അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇടപെടലുകളിൽ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പിശാചിനുണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിൽ കയറാനും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ ജീവിതത്തിൻ്റെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു തടസ്സമായിട്ട് ഞാൻ മാറിക്കോട്ടെ എന്ന് ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പിശാചിനുണ്ട് എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യവുമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ കർത്താവ് പറയും, നീ നിന്നോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പള്ളി പോകാൻ വേണ്ടി നാം എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് എല്ലായിടത്തും വേദന, പുറത്ത് ശക്തമായ മഴ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇനിയിപ്പോൾ കുഴപ്പമില്ല, നാളെ പോവാം. അങ്ങനെ നാളെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നാം വീണ്ടും പുതപ്പിനടിയിലേക്ക് പോകുമ്പോൾ ഈ പിശാച് ചെറിയൊരു അഹങ്കാരത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് ദൈവത്തോട് പറയും, എല്ലാ ദിവസവും പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞവൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അവനത്രയേ ഉള്ളൂ, അവനെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് എനിക്കുറപ്പാണ്. അതുകൊണ്ട് സാത്താൻ ദൈവത്തിൻ്റെ മുമ്പിൽ വിജയഭേരി മുഴക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. പ്രിയമുള്ളവരെ, എൻ്റെ വ്യക്തി ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു വിജയഭേരി മുഴക്കാൻ, അതും ദൈവത്തിൻ്റെ മുമ്പിൽ മുഴക്കാനുള്ള അവസരം ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നാം വ്യക്തിപരമായി ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടില്ലേ, നോമ്പ് കാലഘട്ടത്തിലും മറ്റു കാലഘട്ടങ്ങളിലും ഒക്കെ. എന്തിന്, അനുദിന ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിച്ച് നാം അതിന് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ എന്തെങ്കിലും തടസ്സം വരും. ആ തടസ്സം വരുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഇനിയിപ്പോൾ നാളെ ആവട്ടെ. അങ്ങനെ നാളെ ആവട്ടെ എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ പിശാച് അഹങ്കാരിയായി മാറി ദൈവത്തിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കാൻ പിശാചിന് ഞാൻ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും അവസരം കൊടുക്കാറുണ്ടോ, അതോ തലകുനിച്ച് വളരെ കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറ്റിപ്പോയി, ഞാനിതാ അവനെ വിട്ട് കളയുകയാണ്, നിനക്കിഷ്ടമുള്ളതുപോലെ അവനെ കൊണ്ടുപോയിക്കോ എന്ന് പറയാനുള്ള അവസരമാണോ കൊടുക്കുന്നത്? ഞാൻ നാളെ പള്ളി പോകും എന്ന് തീരുമാനിച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം മുഴുവനും വേദന. അങ്ങനെ വേദന വരുമ്പോൾ എൻ്റെ ഈശോയോട് പറയണം, ഈശോയെ, ഈ വേദനയെ ഞാൻ നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശക്തമായ മഴയാണ്. അവൻ പല രീതിയിലും നമ്മളുടെ ദൈവത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ആ തടസ്സങ്ങളെയൊക്കെ വെട്ടി നികത്തി ആ ഞാൻ കർത്താവിൻ്റെ ആലയമാകുന്ന ദൈവാലയത്തിലേക്ക് പോയി ബലിയർപ്പണത്തിൻ്റെ മുമ്പിൽ, ബലിപീഠത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശിരസ്കനായി താഴേക്ക് നോക്കി വേറൊരുത്തൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, അത് പിശാച. ആ സമയത്ത് എൻ്റെ കർത്താവിന് എന്നെപ്പറ്റി ഒരു അഭിമാനം. എൻ്റെ കർത്താവ് എന്നെ പരീക്ഷിക്കാൻ പറഞ്ഞു വിട്ട് തിരിച്ചെത്തിയിരിക്കുന്ന പിശാചിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നിട്ട് അവനോട് പറയും, ഞാൻ പറഞ്ഞില്ലേ അവൻ എൻ്റെയാ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു
ആത്മീയ അഹങ്കാരം എൻ്റെ കർത്താവിന് എന്നെ പ്രതി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് സാധിക്കണം. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നല്ല കുമ്പസാരം നടത്തി ഈശോയുടെ അടുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഈശോയുടെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാതെ ഒരുപാട് തടസ്സങ്ങളുമായി നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പിശാച് കടന്നു വരും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ പിശാച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കൊച്ചുകുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, അച്ഛാ ഈ പിശാച് ഉള്ളതാണോ? പല അമ്മമാരും എന്തിന് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയും, പിശാചില്ലെന്നേ, അത് നീ വെറുതെ പറയാം. പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊച്ചു പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പിശാചില്ല എന്ന് പറയുമ്പോൾ തന്നെ പിശാചിൻ്റെ സന്തോഷമായി. കാരണം എന്താണ്? യാഥാർത്ഥ്യത്തെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അവന് അവൻ്റേതായ സ്വൈര്യവിഹാരം നടത്താനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് പിശാച് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, അത് പരമമായ യാഥാർത്ഥ്യമായി നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, ഈ പിശാചിനെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള ശക്തമായ ഒരു സാന്നിധ്യമായി ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ പോവാം. കാരണം എന്താ? പിശാച് എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ആരാൽ? അത് ദൈവത്താൽ. അപ്പം നമ്മൾ ദൈവം പിശാചിനെ സൃഷ്ടിക്കുമോ? ഇല്ല. ദൈവം പിശാചിനെ സൃഷ്ടിച്ചതല്ല, പക്ഷേ സൃഷ്ടിക്കപ്പെട്ട ചില ദൈവിക യാഥാർത്ഥ്യങ്ങൾ, ആ ദൈവികമായ യാഥാർത്ഥ്യങ്ങൾ പരിപാലിക്കപ്പെടാതെ പോകുമ്പോൾ അവിടെ നിന്ന് തെന്നിമാറി താഴേക്ക് വീണു. അങ്ങനെ താഴേക്ക് വീണ അവൻ പിന്നീട് വളരെ മോശമായിട്ടുള്ള മറ്റുള്ളവരെയൊക്കെ താഴേക്ക് വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ദൈവസൃഷ്ടി. അങ്ങനെ നോക്കുമ്പോൾ അത് ദൈവസൃഷ്ടിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അങ്ങനെയുള്ള ആ ദൈവസൃഷ്ടിയെ ദൈവത്തിനും മുകളിൽ വയ്ക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ പിശാച് അതൊരു സൃഷ്ടിയാണ്. അതുകൊണ്ട് സൃഷ്ടാവിനോളം വലുപ്പം അവന് കൊടുക്കണ്ട. നമ്മൾ തന്നെ അനാവശ്യമായ പ്രാധാന്യവും വലുപ്പവും ഒക്കെ ഈ പിശാചിന് കൊടുത്ത് ആ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും ഒരുപാട് ആളുകൾ പല രീതിയിൽ പല തരത്തിലൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങളുടെ വീടിൻ്റെ മൂലക്ക് നിന്ന് കിട്ടിയതാണ് ഈ സാധനം, അതുകൊണ്ട് ആകെ അസ്വസ്ഥയായി. പ്രിയമുള്ളവരെ, ആരൊക്കെയോ എന്തൊക്കെയോ കൂടോത്രം ചെയ്ത് വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടെ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യം, ഇതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഒരാളാണ് നിൻ്റെ ജീവിതത്തിൽ അനുദിന ദിവ്യകാരുണ്യത്തിലൂടെ പ്രവേശിക്കുന്നത്. അങ്ങനെ അനുദിന ദിവ്യകാരുണ്യത്തിലൂടെ പ്രവേശിക്കുന്ന ആ ഒരു ദൈവിക യാഥാർത്ഥ്യത്തെക്കാളും എത്രയോ നിസ്സാരമാണ് ഇതുപോലുള്ള കുഴിച്ചിടലുകളും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെ അതിനു മുകളിലുള്ള ദൈവിക ശക്തിയെപ്പറ്റി മാത്രം ചിന്തിച്ച് അതിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ആധ്യാത്മിക യാത്രയിൽ ആദ്യത്തെ ചവിട്ടുപടിയായ നല്ല കുമ്പസാരം നടത്തി ഈശോയുടെ അടുക്കിലേക്ക് ഇങ്ങനെ നടന്നെടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ ഈശോയുടെ അടുക്കൽ വന്ന് പിശാച് ചോദിക്കും, ഈശോയെ ഞാൻ അവനെ ഒന്ന് പരീക്ഷിച്ചോട്ടെ. ഈശോ അനുവദിക്കും. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഈശോയ്ക്ക് ഒരു ഉറപ്പുണ്ട്, പിശാച് വെറുതെ അവൻ്റെ അടുത്ത് പോയി തോറ്റ് തിരിച്ചു വരും. അങ്ങനെ തോറ്റു നിൽക്കുന്ന പിശാചിനെ കാണാൻ വേണ്ടിയിട്ട് ഈശോ ഒരു അനുവാദം കൊടുക്കുക. പക്ഷേ ചില സമയത്ത് പാളിപ്പോവും. എങ്ങനെ? പിശാച് ജയിക്കും. പിശാച് ജയിക്കുമ്പോൾ തോറ്റുപോകുന്നത് ഈശോയാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ ഈശോയ്ക്ക് ജയിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത്. എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ കടമയുമാണ്. എൻ്റെ ഈശോയെ ഞാൻ തോൽപ്പിക്കത്തില്ല. ഈശോയുടെ ശിരസ് താണ് പിശാചിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ച് ഈ പിശാചിൻ്റെ മുമ്പിൽ, പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതിലും വലിയ വേറൊരു സമ്മാനം നമുക്ക് കിട്ടാനില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പിശാച് നമ്മുടെ അടുക്കൽ വെറുതെ ഒന്ന് വന്ന് ചെറിയൊരു പ്രലോഭനം നൽകി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിശാചിന് സന്തോഷമായി. പിന്നെ പിശാച് വിചാരിക്കും, അവൻ കുമ്പസാരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്താണ് കുറച്ച് കളയുമ്പോൾ നമുക്ക് കിട്ടാനുള്ളതല്ലേ. അതുകൊണ്ട് കുമ്പസാരിക്കാനായിട്ട് പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ചെല്ലേ കുമ്പസാരി. കാരണം കുമ്പസാരിച്ചിട്ട് അധികം നാളത്തൊന്നും ഈ കൃപയിൽ നിൽക്കത്തില്ല എന്ന് പിശാചിന് ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുമ്പസാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതത്തിലെ കുമ്പസാരത്തെ ഒന്ന് പരിശോധിക്കും. വ്യക്തി ജീവിതത്തിലെ കുമ്പസാരത്തെ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയപ്പെടുന്ന ചില പാപങ്ങളുണ്ട്, അല്ലേ?
ഉദാഹരണത്തിന് ഒരു പാപം, വെറുതെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു എന്ന് മാത്രം, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരൻ. കഴിഞ്ഞ ആഴ്ചയിൽ കുമ്പസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ ആഴ്ചയിലും അത് തന്നെ പറയാം. ഞാൻ എന്നാണോ കുമ്പസാരം ആരംഭിച്ചത് അന്നു മുതൽ ഇന്ന് വരെയുള്ള കുമ്പസാരങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഈ പാപം ആവർത്തിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പിശാച് പറയും, എടാ നീ എന്തിനാ കുമ്പസാരിച്ചിട്ട്? ഇത് തന്നെയല്ലേ നീ അടുത്ത ആഴ്ച പറയാനുള്ളത്? അതുകൊണ്ട് പിന്നെ കുമ്പസാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് കുമ്പസാരത്തിലൂടെ പാപം മോചിക്കുന്നില്ല. പാപം മോചിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ആ പാപം ചെയ്യും. അതുകൊണ്ട് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. വളരെ ശക്തമായ പ്രലോഭനമാണ്. ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ചിന്തയും അത് തന്നെയാണ്. എൻ്റെ ആവർത്തിച്ചുള്ള കുമ്പസാരത്തിൽ ഒരേ പാപം തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ കുമ്പസാരിക്കുന്നത്? ഈ ഒരു കുമ്പസാരത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, ഒരൊറ്റ കാര്യം മാത്രം കുമ്പസാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇന്ന് ഞാൻ കുമ്പസാരിക്കാം, അടുത്ത മാസം ഞാൻ വീണ്ടും കുമ്പസാരിക്കാം. അതുകൊണ്ട് ഇന്ന് കുമ്പസാരിച്ച അതേ പാപം തന്നെ അടുത്ത മാസവും ഞാൻ ആവർത്തിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു നിരാശ വരാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, കുമ്പസാരത്തിൽ ആവർത്തിക്കപ്പെടുന്ന പാപം അത് നമ്മളുടെ കുറവായി മാത്രം നാം കാണരുത്. അതൊരു കുറവല്ല, മറിച്ച് ഇതേ കുറവുകളുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയാണ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ആവർത്തിച്ച് ചില പാപങ്ങൾ കുമ്പസാരത്തിൽ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് എൻ്റെ ഒരു കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നിരാശയിലേക്ക് നാം വീഴരുത്. അതൊരു കുറവല്ല, ഇതുപോലെ കുറവുകളുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. അങ്ങനെ ഒന്ന് കണ്ടിട്ട് നിൻ്റെ കുമ്പസാരത്തിലെ ആവർത്തിച്ചുള്ള പാപങ്ങളെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദേഷ്യ സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഇന്ന് കുമ്പസാരിച്ചു, ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുണ്ട് അച്ഛാ. വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു പോരുക. അപ്പോൾ കുമ്പസാരിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മളുടെ പിശാച് സൈഡിൽ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പിശാച് വളരെ സരസമായി നമ്മളെ കളിയാക്കിയിട്ട് പറയും, നീ പൊക്കോ, ഇപ്പം തന്നെ തിരിച്ചു വരാനുള്ളതല്ലേ, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നീ എത്ര പ്രാവശ്യം വേണമെങ്കിലും കുമ്പസാരിച്ചു. കാരണം പിശാചിന് സന്തോഷമാണ്, കുമ്പസാരിച്ചോട്ടെ. കുമ്പസാരിച്ചിട്ട് വീണ്ടും ചീത്തയാകുമ്പോൾ പിശാചിനൊരു പ്രത്യേക എനർജി കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, കുമ്പസാരിച്ചോ, നീ പോയി കുമ്പസാരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. അങ്ങനെ കുമ്പസാരിക്കാനുള്ള ഒരു സഹായിയായിട്ട് പിശാച് മാറുന്നുണ്ടെന്നേ. കാരണം എന്താ? എങ്ങനെയുള്ളവരെയാ? കാരണം പെട്ടെന്ന് തിരിച്ചു വരുമല്ലോ, അതുകൊണ്ട് പിന്നെ നീ ധൈര്യമായിട്ട് കുമ്പസാരിച്ചോ എന്ന് പറയും. പ്രിയമുള്ളവരെ, അങ്ങനെ പിശാച് നമ്മളുടെ കൂടെ ഒരു കളിതമാശയായി നമ്മുടെ കുമ്പസാരത്തെ മാറ്റുകയും കുമ്പസാരിക്കാനുള്ള ഒരു ഒരുക്കമായിട്ട് പിശാച് തന്നെ നമ്മളെ കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുവരികയും ഉടനെ തന്നെ വീണ്ടും പാപത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുമ്പോൾ പിശാചിന് അതൊരു കളിതമാശയാണ്. അങ്ങനെ കളിതമാശയിലൂടെ പോകുന്ന ഞാൻ ഒരു ദിവസം തീരുമാനിക്കാം, ഇതെൻ്റെ കുറവല്ലെന്നേ, ഇത് എൻ്റെ ഒരു വിളിയാണ്. ഇതുപോലെ കുറവുകളുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയാണ്. അങ്ങനെ അതൊരു വിളിയായി ഞാൻ തീരുമാനിച്ച് സ്വന്തമാക്കിക്കൊണ്ട് ഞാൻ അനേകരെ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ദേഷ്യപ്പെടുന്ന ഒരു ശീലമുണ്ട്. ഞാനത് കുമ്പസാരിച്ച് വൃത്തിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഇതുപോലെ ദേഷ്യ സ്വഭാവമുള്ള ഒരു 100 പേരെ ഞാൻ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ഈ 100 പേരെ എന്ന് പറയുമ്പോൾ ഈ 100 പേര് ആരൊക്കെയാ അല്ലേ? പെട്ടെന്നൊരു ചിന്ത വരും. പ്രിയമുള്ളവരെ, ഇത് നിൻ്റെ വിളിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് തമ്പുരാൻ നിനക്ക് ഒരുപാട് നിമിത്തങ്ങൾ തരുന്നുണ്ട്. അതിൽ നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോ. അടുത്ത ആഴ്ച നിങ്ങൾ കുമ്പസാരിച്ച് നിങ്ങൾ ആവർത്തിക്കുന്ന ഒരു പാപം ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചു. ഇതുപോലെ പാപം ചെയ്യുന്ന അനേകരെ കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരുവാനായിട്ടൊരു വിളിയായി ഞാനത് സ്വീകരിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ദേഷ്യ സ്വഭാവമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 പേര് തമ്മിൽ ദേഷ്യപ്പെടുന്നത് തമ്പുരാൻ എനിക്ക് കാണിച്ചു തരും. നിങ്ങൾ വിചാരിക്കുന്നത് തമാശയാണ്. തമാശയല്ല, അനുഭവം കൊണ്ട് പറയുന്നതാ. അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ തമ്പുരാൻ നമ്മളോട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിൻ്റെ കുറവ് അതൊരു കുറവല്ല, അതൊരു വിളിയാണ്. ഇതുപോലെ കുറവുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് തമ്പുരാൻ 2 പേരെ നിനക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ഉറപ്പാ, ഇത് നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വിളിയാണ്. പ്രിയമുള്ളവരെ, വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയുമെന്നേ, മോളെ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ,
എനിക്ക് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജീവിത പങ്കാളിയായിട്ട് തല്ലുപിടിച്ച്. എല്ലാ ദിവസവും ഇപ്പോൾ തല്ലുകൊടുത്താൽ ഭയങ്കര ദേഷ്യമാണ് എനിക്ക്. പ്രിയമുള്ളവരെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉറപ്പിച്ചോ എന്താണ്? ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വിളിയാണ്, ഇതെൻ്റെ കുറവല്ലെന്നേ. അങ്ങനെ ഇതെൻ്റെ കുറവല്ല, മറിച്ച് ഇതേ കുറവുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു വിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ദൗത്യം ഞാൻ നിർവഹിക്കാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത്രയും നാൾ പിശാച് ഒരു പരിഹാസകനായി നമ്മുടെ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഭാഷ മാറും. കാരണം എന്താ? അത്രയും നാൾ അവൻ കുറച്ചു നേരം കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു. അങ്ങനെ തെറ്റുകളും പാപങ്ങളും പാപപ്രലോഭനങ്ങളും ഒക്കെ ഒരുപാട് ഇവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഒരു കുമ്പസാരത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രമായ ഒരു കുമ്പസാരമല്ല ഇവൻ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരത്തെ പ്രോത്സാഹിപ്പിച്ച് പിശാച് ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇവനിതാ ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ പാപങ്ങൾ സമർപ്പിച്ച് കുമ്പസാരിച്ച് ഇറങ്ങി വന്നിട്ട് ഇതേപോലെ പാപ സാഹചര്യങ്ങളിൽ പെട്ടിട്ടുള്ള 100 പേർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുക. അപ്പോൾ പിശാച് വളരെ ഗൗരവത്തിലായി. കാരണം എന്താ? ഇത്രയും നാൾ അവനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അവനെ പേടിച്ചതുകൊണ്ട് കാര്യം മാത്രമായില്ല, മറിച്ച് 100 പേരെ കൂടെ അവൻ ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് പിശാച് പിന്നെ ഒന്ന് മടിക്കും. കാരണം നമ്മൾ കുമ്പസാരിച്ച് വിശുദ്ധ വ്യക്തിയായിട്ട് കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിശാചിന് അത്ര പേടിയൊന്നുമില്ല. എന്താണ്? ഇതിപ്പം തന്നെ വീഴാനുള്ളതല്ല. അതുകൊണ്ട് പിശാച് വളരെ സിമ്പിളായിട്ടാണ് നമ്മളെയൊക്കെ കാണുന്നത്. പക്ഷേ അതേ പിശാച് ഇത്തിരി ഗൗരവത്തിൽ നമ്മെ കാണാൻ പോകുന്നത് എപ്പോഴാണെന്ന് അറിയാം. ഞാൻ കുമ്പസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ വൃത്തിയുള്ളവനായി പാപത്തിൽ നിന്ന് മാറിക്കിട്ടി, ഇതേപോലെ തന്നെ ഇതേ കുഴപ്പങ്ങളുള്ള 100 പേരെ ഞാൻ എണ്ണം പറഞ്ഞ് തന്നെ കൊടുക്കണമെന്നാണ്. 100 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കും. അങ്ങനെ 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഇച്ചിരി കുഴപ്പത്തിലാവും. അവൻ പതുക്കെ നമ്മളെ ഉപേക്ഷിക്കും. കാരണം എന്താ? ഇവനെ പ്രലോഭിപ്പിച്ച് പാപത്തിൽ വീഴ്ത്തിയാൽ ഇവന് വേണ്ടി മാത്രമല്ല 100 പേർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥന ഗൗരവത്തിലാകുമ്പോൾ പിശാച് പതുക്കെ ഈ ഭാഗത്ത് നിന്ന് ഉപേക്ഷിച്ച് വിട്ടുകളയും. അതുകൊണ്ട് പിശാചിൻ്റെ തലക്കടിക്കാവുന്ന ഒരു ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു നോക്കി. പിന്നെ ഇവിടെ ഒരു പിശാചിന് ഭയങ്കര പേടിയാണ് നമ്മളെ. ഭയങ്കര പേടിയാണ് പിശാച്. പേടിയുള്ള പിശാച് നമ്മളിങ്ങനെ വെറുതെ പേടിപ്പിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യായിരിക്കും? അയ്യോ, എന്നെക്കാളും ശക്തനാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ മുമ്പിൽ ഒന്ന് പതുങ്ങി കൊടുക്കുമെന്നാണ് പറയുന്നത്. പതുങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ലെന്നേ. കാരണം എൻ്റെ കൂടെ ആരാ ഉള്ളതെന്നറിയാം. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഈശോയാണ്. എൻ്റെ ഈശോയെ ഞാൻ ദിവ്യകാരുണ്യത്തിലൂടെ ഒരു പങ്ക്, അല്ലേ, ദിവ്യകാരുണ്യം പങ്കെടുക്കുക എന്ന് പറയുന്നത്, ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ഒരു പോർഷൻ എനിക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പോർഷൻ ഞാനിങ്ങനെ എടുത്ത് ഇവിടെ ഈ ചങ്കോട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ പിന്നീട് ഞാനല്ല, മറിച്ച് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തു പിശാചിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിശാച് പെട്ടെന്ന് എന്നിലെ ക്രിസ്തുവിനെ കണ്ട് ഒന്ന് ഞെട്ടും. എന്നിട്ട് ആ ഞെട്ടൽ അവൻ പുറത്ത് കാണിക്കാതെ അവൻ നമ്മളെ ഒന്ന് പേടിപ്പിക്കും. അപ്പം നമ്മളൊന്ന് പേടിച്ച് പതുക്കെ പിന്നോക്കം മാറും. പ്രിയമുള്ളവരെ, പിന്നോക്കം മാറേണ്ട ഒരു കാര്യം, പിന്നിലേക്ക് തിരിയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് പിന്നിലേക്ക് തിരിയാതെ മുന്നിലേക്ക് തന്നെ നെഞ്ചും വിരിച്ചു നിന്നാൽ പിശാച് നമ്മിൽ നിന്ന് അകന്നു പോയി കളയും. പിശാചിന് പിന്നെ നമ്മെ കാണുമ്പോൾ പേടിയാകുമെന്നാ പറയാം. ഇത്രയും നാൾ പിശാചിന് നമ്മളെ കാണുമ്പോൾ പേടിയില്ലായിരുന്നു. കാരണം എന്താ? ഇവൻ കുമ്പസാരിച്ചോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത്, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ കുമ്പസാരിക്കുക, ഇന്ന് നാളെ എല്ലാ ദിവസവും കുമ്പസാരിച്ചോട്ടെ. എല്ലാ ദിവസവും കുമ്പസാരിച്ചാലും അവന് ഒരു പേടിയില്ല നമ്മളെ. കാരണം എന്താ? അവനിപ്പം തന്നെ വീഴും. പ്രിയമുള്ളവരെ, അങ്ങനെ ഇപ്പം തന്നെ വീഴുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് വീണ്ടും പിശാച് നമ്മളെ കയറ്റി വിടുമ്പോൾ അന്ന് നാം തീരുമാനിക്കണം, ഇതെൻ്റെ കുറവല്ല, മറിച്ച് ഇതേ കുറവുള്ള 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമാണ്. ഈ 100 പേരെ എങ്ങനെ കണ്ടെത്തുമെന്നല്ല, അത് ഒരു ടെൻഷനും വേണ്ട. തമ്പുരാൻ കുറച്ചെണ്ണത്തിനെയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. ബാക്കിയുള്ളതിനെയൊക്കെ തമ്പുരാൻ തന്നെ കണ്ടുപിടിച്ച് ഈ കൃപ തമ്പുരാൻ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു കൊള്ളുമെന്നാണ് പറയാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു സാധ്യതയില്ലല്ലോ അച്ചോ. സാധ്യതയുണ്ടെന്നേ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ പരിചയമുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും എന്നെ പരിചയമുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഒരു 10,000 രൂപ എൻ്റെ അടുത്ത് തരാം. തന്നിട്ട് പറയും, അച്ഛാ ആരെങ്കിലും അച്ഛൻ്റെ അടുത്ത് വരും. അപ്പോൾ ആ വ്യക്തിക്ക് 10,000 രൂപയെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ആർക്കെങ്കിലും അച്ഛൻ കൊടുത്തു. അങ്ങനെ അത് എൻ്റെ അടുത്ത് തരുമ്പോൾ ആ തരുന്ന വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ട്, എന്ത്? ഇത് അച്ഛൻ എടുക്കത്തില്ല, അത് കൊടുക്കും. അങ്ങനെ ഉറപ്പുള്ളത് കൊണ്ട് ആ വ്യക്തി ഇത് എൻ്റെ അടുത്ത് കൊണ്ടേ തരിക.
അപ്പോൾ ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവർക്ക് ഇത് ചിലപ്പോൾ 10,000 രൂപയായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ 1000 രൂപ വെച്ച് 10 പേർക്കായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുമെന്നൊരു ഉറപ്പ് അവനുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഭൗതിക സഹായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആത്മീയ സഹായം ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നെപ്പോലെ കുറവുകളുള്ള 100 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് ഒരു ജപമാല ചൊല്ലുമ്പോൾ 53 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നുണ്ട്. ഈ 53 നന്മ നിറഞ്ഞ മറിയമേ ഇതുപോലെ ദേഷ്യപ്പെടുന്ന 53 പേർക്ക് ഞാൻ നൽകുകയാണ് എന്ന് തീരുമാനിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 53 ദൈവകൃപയുടെ ആ ഒരു പ്രാർത്ഥന ഈശോയുടെ പക്കലേക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോ ആർക്കാണോ ഇത് പെട്ടെന്ന് അത്യാവശ്യം അവർക്കൊക്കെ ഇതിങ്ങനെ വീതിച്ചു കൊടുക്കുമെന്ന് നമുക്കുറപ്പാണ്. കാരണം ഈശോയെ നമുക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസം. അതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ചില സമയത്ത് വെറുതെ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പോലും പ്രാർത്ഥിക്കാതെ വല്ലാത്തൊരു ദൈവാനുഭവം വരില്ലേ? അത് വേറെ ഒന്നുമല്ല, ഇതുപോലെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച പ്രാർത്ഥനകൾ ഈശോയുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭണ്ഡാരത്തിൽ നിന്നെടുത്ത് നാം പോലും അറിയാതെ നമുക്ക് നൽകുക. അങ്ങനെയുള്ള ഒരു ദൈവാനുഭവം നമ്മൾക്കുണ്ട് എന്നത് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഇതേ രീതിയിൽ നമുക്ക് പിശാചിനെതിരെ തിരിയാം. പിശാചിന് നമ്മെ കാണുമ്പോൾ പേടി തോന്നണം. അങ്ങനെ പിശാചിനെ പേടിപ്പിച്ച് ക്രിസ്തുവിനൊപ്പം ജീവിക്കാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് യാത്രയാകാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കരുണ തന്നൾ താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾ താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവത്തെ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യാൻ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. പുത്രൻ തൻ്റെ പ്രാണൻ പകുത്ത് നൽകിക്കൊണ്ട് നമുക്ക് രക്ഷയും പ്രദാനം ചെയ്തു. പുത്രൻ നൽകിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി
പരിശുദ്ധാത്മാവെന്ന വലിയ സഹായകനെ നൽകിയ എൻ്റെ ദൈവമേ, ഞാൻ നിനക്ക് എങ്ങനെയാ നന്ദി പറയാം. പ്രിയമുള്ളവരെ, ശരിക്കും നമുക്ക് അവകാശപ്പെട്ടതാണോ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹം? പിതാവ് പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെന്നുള്ളത്. പുത്രൻ പുത്രൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. പരിശുദ്ധാത്മാവ് വേറെ ഒരിടത്തേക്കും പോകാതെ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നെ ത്രിത്വൈക ദൈവത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വയ്ക്കാൻ പരിശ്രമിക്കുക. തുല്യം ചൊല്ലാൻ ആരുമില്ല എൻ്റെ കർത്താവേ, അങ്ങേപ്പോലെ. കാരണം നിന്റെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ എന്തിനു സാധിക്കും? യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈശോയ്ക്ക്. പത്രോസ് ഒന്നല്ല 3 തവണ തള്ളിക്കളയും എന്നും അറിയായിരുന്നു. ബാക്കിയുള്ള 10 എൻ്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് നിൽക്കില്ല എന്നും ഉറപ്പായിരുന്നു. എന്തിനാ? 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ കൂടെ കൂട്ടിയ 3 താൻ തീവ്രവേദനയാൽ പിതാവായ ദൈവത്തോട് ചങ്കുരുകി പ്രാർത്ഥിക്കുമ്പോൾ അത് തിരിച്ചറിയാതെ കിടന്നുറങ്ങുന്ന 3 കണ്ടപ്പോൾ വേണമെങ്കിൽ അവന് ദേഷ്യപ്പെടാമായിരുന്നു. പ്രിയമുള്ളവരെ, ദേഷ്യപ്പെട്ടില്ല. ശിഷ്യന്മാരോട് എന്തുമാത്രം കരുതൽ അവൻ കാണിച്ചിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാനും നിങ്ങളും. ശരിക്കും നാം ചെയ്ത തെറ്റുകൾ അവൻ ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവൻ നമ്മോട് പകരം ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ട, പ്രിയമുള്ളവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. അതേ പ്രിയമുള്ളവരെ, ഈശോയുടെ മാറിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ? അങ്ങേപോലെ എൻ്റെ പൊന്നേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ സ്വന്തമേ, ഞാനിതാ അങ്ങയുടെ മാറിലേക്ക് ഇതാ ചായുന്നു എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സുവിശേഷത്തിലെ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിരുന്നു വിധി. കുറച്ചു പേർ ഇവളെയും കൊണ്ട് ഈശോയുടെ അടുക്കലെത്തി. തലേദിവസം അവൾക്കൊപ്പം അന്തി ഉറങ്ങിയവൻ പോലും ചിലപ്പോൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കും. അവർ ഈശോയോട് പറഞ്ഞു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം.
രാവിൻ്റെ മറവിൽ മോഹന വാഗ്ദാനങ്ങളുമായി എത്തിയവർ പകൽ വെളിച്ചത്തിൽ അവളെ മാത്രം കുറ്റപ്പെടുത്തി യേശുവിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കാം? മറ്റുള്ളവരുടെ നോട്ടം അവളുടെ ശരീരത്തിൽ പതിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ നോട്ടം പതിഞ്ഞത് അവളുടെ ചങ്കില. ഹൃദയമറിഞ്ഞവൻ്റെ വാക്ക് ഇങ്ങനെയായിരുന്നു: മേലിൽ നീ പാപം ചെയ്യരുത്. കൂട്ടത്തിലുണ്ടായിരുന്നവരോട് അവൻ ആദ്യമേ പറഞ്ഞു, കല്ലെറിയാം നമുക്ക്. പക്ഷെ ആദ്യം ആരറിയും? ഞാനൊരു തീരുമാനം പറയാം: പാപമില്ലാത്തവൻ, പാപം ഇതുവരെ ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. മരണത്തിൻ്റെ മുമ്പിൽ മനസ്സ് മരവിച്ച് നിന്നവൾ ഹൃദയം നുറുങ്ങി കരയുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തു ഒഴികെ ബാക്കി എല്ലാവരും അവളുടെ ശരീരത്തിൽ നോട്ടമിട്ടപ്പോൾ ഈശോയുടെ നോട്ടം ചങ്കിലുടക്കി. ആ ചങ്ക് ക്രിസ്തു തിരിച്ചറിഞ്ഞു. ക്രിസ്തു അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ ചങ്കോട് ചേർത്ത് വയ്ക്കുന്നു. മരണമുറപ്പിച്ചവളാണവൾ. അവൾ തമ്പുരാൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിച്ച് പൂർണ്ണമായും ഈശോയ്ക്ക് വിധേയപ്പെട്ടു. ഇതേപോലെ സ്നേഹിക്കാൻ ഈശോയെ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ സ്നേഹമേ, എൻ്റെ പ്രേമമേ, നിന്നിൽ ഞാൻ എന്നും ചേർന്നിടുന്നു എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആരാധിക്കാം. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. 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 സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. കന്യകയും രക്തസാക്ഷിണിയുമായ മരിയ ഗൊരേത്തി, പ്രായം വെറും 13 വയസ്സ്. തിരിച്ചറിവിൻ്റെ ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സംശയം. പക്ഷേ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിൽ അവൾ ആഴമായി സ്നേഹത്തോടെ ചേർന്ന് നിന്നിരുന്നു. അവൾ പറഞ്ഞിരുന്നു, എൻ്റെ പ്രാണനും എൻ്റെ ശരീരവും എൻ്റെ സർവസ്വവും എൻ്റെ ക്രിസ്തുവിന് സ്വന്തമാണ്. പ്രലോഭകർ പല രീതിയിൽ അവളെ സമീപിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ക്രിസ്തുവിന് സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ പുല്ലുവില കൊടുത്ത് അവൾ വലിച്ചെറിയാൻ തീരുമാനിച്ചു. കാരണം പ്രാണനേക്കാളും വലുത്
ക്രിസ്തുവാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വെറും 13 വയസ്സുള്ളവൾക്ക് ആ ഒരു ബോധ്യം എവിടെ നിന്ന് കിട്ടി? അതവൾ സ്വന്തമാക്കിയതല്ല, മറിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിരുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കൃപയായിരുന്നു. എൻ പ്രേമഗീതമാ എൻ യേശുനാഥനെ, എൻ ജീവനേക്കാളും നീ എനിക്ക് വലുതാണ് എന്ന് ഏറ്റുപറഞ്ഞ് ആലപിച്ചുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് ആരാധന അർപ്പിക്കാം. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 എൻ്റെ ഈശോയെ, ഞാൻ പലപ്പോഴും നിന്നേക്കാളും പ്രാധാന്യം എൻ്റെ വ്യക്തി ജീവിതത്തിലെ പലതിനും കൊടുത്തു പോയിട്ടുണ്ട്. എൻ്റെ ആത്മാവിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി ഞാൻ ചിലപ്പോഴൊക്കെ ഒന്നും ചെയ്യാതെ പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, പ്രിയമുള്ളവരെ, ഒന്ന് പരിശോധിച്ച് നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ സാമ്പത്തിക അവസ്ഥയെ പുഷ്ടിപ്പെടുത്താൻ നാം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു 10% എൻ്റെ ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ലെന്ന മറുപടിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഈ ആത്മാഭിഷേകത്തിൻ്റെ നിമിഷം കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കും. എന്നിട്ട് നമ്മളോട് തന്നെ നാം പറയണം. പലപ്പോഴും നാം പറയാറുള്ളത്, നാം വിശ്വസിക്കാറുള്ളത്, നാം ഏറ്റുപറയാറുള്ളത് ഈ ശരീരത്തിന് ഒരാത്മാവുണ്ട് എന്നത്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ആത്മാവിന് തൽക്കാലത്തേക്ക് എന്ന് പറയുമ്പോൾ കൂടി വന്ന ഒരു 100 വർഷം, അനന്തമായി ജീവിക്കുന്ന ആത്മാവിന് ഒരു 100 വർഷം എത്രയോ നിസ്സാരം. ആ 100 വർഷത്തിന് നാം അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് ദാനമായി നൽകിയിരിക്കുന്ന അങ്ങയുടെ ആത്മാവിന് സ്വസ്ഥമായി വിരാജിക്കാനുള്ള ഒരിടം ഈശോയെ എൻ്റെ ഉള്ളിൽ അങ്ങയ്ക്ക് സ്വന്തമായി പകർന്നു നൽകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എൻ ജീവനേക്കാളും നീ എനിക്ക് വലുതാണ്, ആരാധന ഞാനിത് അങ്ങേക്ക് അർപ്പിക്കുന്നു എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന
എൻ്റെ ജീവനേക്കാളും എനിക്ക് വലുത് എൻ്റെ ഈശോയെ. അങ്ങനെയെങ്കിൽ അത് ചങ്കിൽ കൊണ്ട് പറഞ്ഞതാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ നിമിഷം ഞാൻ മരണപ്പെട്ടാൽ ഞാൻ സങ്കടപ്പെടുമോ, ഞാൻ സന്തോഷിക്കും? ചോദ്യം വ്യക്തിപരമാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത് അത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ മറ്റുള്ളവർ സങ്കടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പോൾ എനിക്ക് മരിക്കാൻ മടിയാണ്. ഇപ്പോൾ ഞാൻ മരണപ്പെട്ടാൽ ഞാൻ സ്വർഗം സ്വന്തമാക്കും. എനിക്ക് മരിക്കാൻ മടിയില്ല, മരണപ്പെട്ടാൽ എനിക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് ചങ്കിൽ തൊട്ട് പറയാൻ പറ്റുമെങ്കിൽ നാം ഈ പറഞ്ഞത്, ആലപിച്ചത്, ആരാധിച്ചത് അത് സത്യമായ യാഥാർത്ഥ്യമാണ്. ആയതിനാൽ വിശ്വാസത്തോടെ നമുക്ക് ആരാധന ആരാധന എന്ന് ആലപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ആരാധന 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 ആരാധന. എൻ്റെ ജീവനേക്കാളും എൻ്റെ പ്രാണനേക്കാളും നീ എനിക്ക് വലുതാകുന്നത് സ്വന്തം പ്രാണൻ, എൻ്റെ പ്രാണൻ്റെ നിലനിൽപ്പിന് വേണ്ടി കുരിശിൽ ത്യജിച്ചത് കൊണ്ടാണ്. കുരിശിലെ ക്രിസ്തു എനിക്ക് എന്നും ഒരു പ്രചോദനമായിരിക്കണം. അവൻ്റെ ചങ്ക് പിളർന്ന് ചോര താഴേക്ക് വീഴുന്നത് അത് നിലത്ത് വീണ് ചിതറിപ്പോകാനല്ല, മറിച്ച് അത് എൻ്റെ ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങാനാണ്. അങ്ങനെ ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടാതെ ആ വിശുദ്ധിയിലെന്നും ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനന്തമായ സ്നേഹത്തെ പാടിപ്പുകഴ്ത്തി, അവിടുത്തെ ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമായി കൂടെ കൂട്ടി എന്നും ഈശോയുടെ പ്രിയപ്പെട്ട മകനായി മകളായി ഞാൻ ജീവിക്കും എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് വേണ്ട പോകരുതേ നാഥാ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാ യേശുനാഥാ വാ യേശുനാഥ